പ്രിയപ്പെട്ടവരെ, ഒരുപാട് സങ്കടത്തോടുകൂടെയാണ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ ഇരിക്കുന്നത്. കാരണം ഇന്ന് എന്നോടൊപ്പം എൻ്റെ അമ്മയില്ല. അമ്മയില്ലാത്ത ഈ വീട്ടിലാണ് ഞാനിന്നിരിക്കുന്നത്. കഴിഞ്ഞ 16-ാം തീയതി എൻ്റെ വീട്ടിലേക്കെന്ന് പറഞ്ഞ് ഈ വീട്ടിൽ നിന്ന് യാത്ര തിരിച്ച എൻ്റെ അമ്മ ഒരു ഫോൺ കോളിലൂടെയോ മോളെ എന്ന വിളി കേൾക്കാൻ കാത്തിരിക്കുന്ന എൻ്റെ മുമ്പിൽ അമ്മ ഇതുവരെ എത്തിയില്ല. ഒരു ഫോൺ കോളിലൂടെ പോലും എൻ്റെ അമ്മ ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലേ എന്ന് പോലും എനിക്ക് അറിഞ്ഞുകൂടാ. എൻ്റെ വീട്ടിലേക്ക് വരാൻ, ഞാൻ താമസിക്കുന്നത് പൂടിക്കുന്നാണ്, അവിടേക്ക് വരാൻ കഴിഞ്ഞ 16-ാം തീയതി ചൊവ്വാഴ്ച ഇവിടെ നിന്നും യാത്ര തിരിച്ചതാണ്. നെയ്യാറ്റിൻകര ബസ്സിൽ കയറിയതായിട്ടും ആൾക്കാർ കണ്ടിട്ടുണ്ട്. പക്ഷെ അത് കഴിഞ്ഞിട്ട് എൻ്റെ അമ്മ എവിടെ? നിങ്ങൾ ആരെങ്കിലും കണ്ടോ എൻ്റെ അമ്മ? എങ്കിലൊന്ന് പറയാവോ? എത്രയും പെട്ടെന്ന് എൻ്റെ അമ്മയെ കണ്ടെത്താൻ നിങ്ങൾക്കെങ്കിലും ഒന്ന് സഹായിക്കാൻ പറ്റുമോ? എൻ്റെ അമ്മ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് എന്ന് വിശ്വസിക്കാനും കാത്തിരിക്കാനുമാണ് ഞങ്ങൾക്കിഷ്ടം. കാരണം ഞങ്ങൾക്ക് അമ്മയ്ക്ക് ഞങ്ങളും അത്രയ്ക്ക് പ്രിയപ്പെട്ടതായിരുന്നു. ആയിരുന്നു എന്നല്ല, ആണ്. ഉറപ്പായിട്ടും നിങ്ങളും ഞങ്ങളെ ഒന്ന് സഹായിക്കുമോ? എൻ്റെ അമ്മയെ ആരെങ്കിലും എവിടെയെങ്കിലും വെച്ച് കണ്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അറിയിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും പോലീസും ഇതിന് പിന്നാലെ എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അവർക്കൊപ്പം എൻ്റെ അമ്മയെ കണ്ടെത്താൻ നിങ്ങളും ദയവായി സഹായിക്കണമെന്ന് അപേക്ഷിക്കുന്നു. നെയ്യാറ്റിൻകര താലൂക്കിൽ വണ്ടിത്തടം വാർഡിൽ ഓണംകോട്ടിലാണ് ഞങ്ങളുടെ വീട്. ഞങ്ങളുടെ അമ്മ കഴിഞ്ഞ 16-ാം തീയതി പള്ളിയിൽ പോയിട്ട് ചേച്ചിയുടെ വീട്ടിൽ പോകുമെന്ന് പറഞ്ഞാണ് ഞങ്ങളുടെ കൂടെ യാത്ര പറഞ്ഞ് വീട്ടിൽ നിന്നിറങ്ങിയത്. പക്ഷേ ഇന്ന് 12 ദിവസമായിട്ട് ഞങ്ങളുടെ അമ്മയെ കാണാനില്ല. ഇവിടുന്ന് വീട്ടിൽ നിന്നിറങ്ങി ബസ് സ്റ്റോപ്പിൽ വരെ പോകുന്നത് കണ്ടവരുമുണ്ട്, ബസ്സിൽ കയറിയവരുമുണ്ട്. അതിനുശേഷം അമ്മ എങ്ങോട്ട് പോയെന്നോ അമ്മയെ കുറിച്ചുള്ള ഒരു വിവരവും ഞങ്ങൾക്ക് കിട്ടിയില്ല. അന്നേ ദിവസം തന്നെ ഞങ്ങൾ വെള്ളർഡ സ്റ്റേഷനിൽ പരാതി കൊടുക്കുകയും അതോടൊപ്പം അവരന്വേഷിക്കുന്നു എന്ന് പറയുകയും ചെയ്തു. പക്ഷേ നാളിതുവരെയായിട്ട് അവരുടെ ഭാഗത്തു നിന്ന് ഒരു മുന്നോട്ടുള്ള ഒരു ഇതും ഞങ്ങൾക്ക് കിട്ടിയില്ല. ഞങ്ങൾ എന്നിട്ട് SP ഓഫീസിൽ പോയി മേഡത്തെ സമീപിച്ചു. അവരും പറയുകയാണ് ഞങ്ങൾ ഊർജിതമായി അന്വേഷിക്കാം, ഉടനെ തന്നെ നിങ്ങൾക്കൊരു റിസൾട്ട് തരാമെന്ന രീതിയിൽ നെയ്യാറ്റിൻകര DSP ഓഫീസിലേക്ക് ഫോർവേഡ് ചെയ്യുകയും അവരെ പോയി ഞങ്ങൾ കാണുകയും അവരുമായി സംസാരിക്കുകയും ചെയ്തു. അപ്പോൾ എത്രയും വേഗം ഞങ്ങൾക്കൊരു നല്ല റിസൾട്ട് കിട്ടാൻ വേണ്ടി ഞങ്ങളിനെ കാണാനുള്ള എല്ലാവരെയും പോയി കാണുകയും അതോടൊപ്പം ഞങ്ങളുടെ ഭാഗത്തു നിന്നും അമ്മ പോവാറുള്ള പള്ളികൾ, വീടുകൾ, ബന്ധുക്കൾ, അമ്മയെ പരിചയമുള്ള എല്ലാ സ്ഥലങ്ങളിലും ഞങ്ങൾ മാക്സിമം അമ്മയെ പോയി കണ്ടെത്താനും അമ്മയെ പോയി തിരയുവാനും ഇതുവരെയും, അതായത് ഊണും ഉറക്കവും ഉണ്ടോ എന്ന് ചോദിച്ചാൽ അറിയത്തില്ല, ആ ഒരു രീതിയിലാണ് ഞങ്ങൾ അമ്മയെ അന്വേഷിക്കാൻ തുടങ്ങിയത്. ഇതുവരെയായിട്ട് ഒരിടത്ത് നിന്ന് ഞങ്ങൾക്ക് ഒരു ഇൻഫർമേഷനോ അമ്മയെക്കുറിച്ചുള്ള ഒരു അറിവോ, ഇപ്പം അമ്മ ജീവനോടെ ഉണ്ടോ എന്ന് പോലും ഞങ്ങൾക്ക് അറിഞ്ഞൂടാ. ആ ഒരു മാനസികാവസ്ഥയിലാണ് ഞങ്ങൾ. അതായത് ദയവായി ആരെങ്കിലും എന്നല്ല, എല്ലാവരും ഈ വീഡിയോ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് ഞങ്ങൾ അമ്മയെ ഒന്ന് വേഗം കണ്ടെത്തി തരാൻ എല്ലാവരും ഒന്ന് സഹായിക്കണേ എന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. ഞങ്ങൾ അമ്മ ഇവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ചന്ദന കളർ സാരിയിൽ വെള്ള കളർ പൂക്കളും മജന്ത കളർ ബ്ലൗസുമാണ് ധരിച്ചിരുന്നത്. അത് 5 അടി ഉയരം കാണും, വെളുപ്പ് നിറം, പിന്നെ ഓർണമെൻറ്റ്സ് ഒരു കമ്മലും ചെറിയൊരു കുഞ്ഞു മാലയും, അത് കവറിങ് ആണ്. അതും ധരിച്ച് ഇടുപ്പിലൊരു ജപമാല ഉണ്ടായിരുന്നു. അതും കൊണ്ടാണ് അമ്മ ഇവിടെ നിന്ന് ഇറങ്ങിയത്. അതോടൊപ്പം ആർക്കെങ്കിലും ഞങ്ങൾ അമ്മയെക്കുറിച്ചുള്ള എന്തെങ്കിലും വിവരം കിട്ടുകയാണെങ്കിൽ 75 93 93 75 88 എന്നീ നമ്പറിൽ ബന്ധപ്പെടുക. നിങ്ങളിൽ വിശ്വാസം അർപ്പിക്കട്ടെ ഞാനും.